Hi, hello, welcome back to our YouTube channel. Hi, hello, welcome back to our YouTube channel. Hi, hello, welcome back to our YouTube channel. ഗൈസ് റോട്ടിലൂടെ തെണ്ടുന്നു. ഇതിലാണോ? ഓക്കെ. Hi, hello, welcome back to our YouTube channel. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറേ നേരമായി ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞു. ആ ചാനൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഫ്ലോ കിട്ടുന്നില്ല. നമ്മളിന്ന് മാച്ചിങ് ആണ്. അതാണ് ഞങ്ങൾ അങ്ങനെ പൈസ കൊടുത്തിട്ടില്ലെങ്കിലും അതെ, ഇതിനൊന്നും യാതൊരു കുറവില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ കിട്ടാൻ. പിന്നെ കൂടെ സൗന്ദര്യം ഉണ്ടല്ലോ. ഞാൻ ബി.എഡ് ആണല്ലോ. അതെ, ഇത് വെറും ബികോം ഫസ്റ്റ് ക്ലാസ്. ബി.എഡ് പഠിച്ചിട്ടാണ് നടക്കുന്നത് എന്റെ കൂടെ. ബി.എഡ് പഠിച്ചാലും നടക്കണ്ട. മതി മതി, മനസ്സിലായി. അടുത്ത ആള് എന്താ ദാസ നമുക്ക് ബുദ്ധി തോന്നുന്നു. നേരത്തെ തോന്നുന്നത് നമുക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ജീവിക്കാൻ പൈസ ഇല്ലെങ്കിലും ജീവിച്ച് പോകാനുള്ള വഴി ഞങ്ങൾക്കുണ്ട്. ജീവിക്കാനുള്ള ജീവൻ. ആരോഗ്യത്തിന് ഏറ്റവും വേറെ ഒന്നുമില്ല, ഭക്ഷണമാണ്. അതെ, ഞങ്ങൾക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കിട്ടും. അതെ, അത് നമ്മളെ കണ്ടാറിവിടെ തടി. അതിലാണ് ആ കോയപ്പൻ ശ്രീകുട്ടീന്റെ വീട്. അതെ, അവിടെ പോക്കില്ല. കുറച്ച് ദിവസമായി പോകാൻ പറ്റില്ല, സാഹചര്യങ്ങൾ കൊണ്ട്. അതെ അതെ, പോകാൻ പറ്റുന്നില്ല. തക്കടെ എങ്ങനെയാ? ദൈവമേ, മോളെ നീ നടക്ക് തൽക്കത്തേക്ക്. ഈ കോടയും കൊണ്ട് ഞാൻ പോയണ്ടല്ലോ. ഇവിടെ എന്തോ വിട്ടത്, അതിലെന്തോ ലൂസാണ് അത്. അതാക്കടാ ഇപ്പൊ ഇതാവും. പറയില്ലടി. ഉണ്ടാക്കിയ കൈപ്പുണ്യം നല്ല കൈപ്പുണ്യം. ഗൈസ്, ഏച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എനിക്ക് 19 രൂപന്റെ വെറും 19 രൂപയുടെ റീചാർജ് ആണ് ചെയ്തിരുന്നത്. ഇത് ദിവസം 19 രൂപ ചെയ്തു. അത് മാത്രം എന്താ പറയാത്ത ഗൈസ്മാരോട്? അത് പറയല്ല, പറയണല്ലോ, അവരറിയണം. ഇപ്പൊ മനസ്സിലായില്ല ആരാ പിച്ചക്കാരിന്ന്. ഇത് ശരി ഗൈസ്. എന്താണ്? ഓടിക്കോ ഓടിക്കോ. പേടിച്ച പേടിച്ച. ഗൈസ്, ഈ സാഹചര്യത്തിൽ ഞാനൊരു പാട്ട് പാടുകയാണ്. പിന്നെയും പിന്നെയും ആരോഗ്യം നല്ല പാട്ട്. പടപടന്നെത്തുന്ന പദനീശ്വരം, പിന്നെയും പിന്നെയും ഏതോ അറിയില്ലട്ടോ ബാക്കി. പർപ്പിൾ. ചേട്ടാ റെഡി ആയിക്കൂ. തുന്നാനാ അടിച്ചൂട്. നല്ല പൈസ കേട്ടോ. ഒരു ഇതിന് 50 വെച്ച് വാങ്ങിക്കോ. എന്താ ചെയ്യണ്ടേ? കള്ള പന്നി. നമ്മ ടൗണിൽ പോവാൻ നിൽക്കേനി. ഒരു ചായയും പിന്നെ എന്ത് കടുക്ക പൊരിച്ചതും. ആ കടുക്കന്റെ പകുതി പോലും തന്നിട്ടില്ല. അതാ ഒരു ചായ. വേണ്ടെങ്കി എന്തെങ്കിലും അവസാനം വീട്ടിന്റെ അവിടെ തന്നെ എത്തി. ടൗണിൽ പോവാനുള്ള ആൾക്കാരാ. ഇവിടുന്ന് ടൗണിൽ പോണം. പോയിട്ട് ഏച്ചി എന്തോ മന്തിയോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്തൊക്കെ വാങ്ങി തരാറ്. ഞാൻ എപ്പം പറഞ്ഞു പൈസ വീശിനല്ലേ നടത്തി. ഇത് മലയാണെന്ന് വിചാരിക്കണ്ട, എന്ന് പോയി കൊണ്ടിട്ടതാ. അല്ല, ഇത് കടൽ മണ്ണല്ലേ ഇത്?
പഴം പഴം വെറും പഴം. എനിക്ക് വിശക്കണ്ട. എനിക്കോ എനിക്ക് വിശക്കുന്നു. അഭിപ്രായം പറയാത്തത് ശ്രദ്ധിച്ചില്ല, അടിപൊളിയാണല്ലോ. അതും ഞാൻ എവിടെ നിന്ന് എത്തുന്നു പറഞ്ഞു കൊടുത്തു. എന്റെ വീട്ടിൽ ബാങ്കിൽ അവരോടുള്ള സ്നേഹം. അതൊന്നല്ല കേട്ടോ, ഒന്ന് കമ്മലിടാൻ മറന്നുപോയി. പറഞ്ഞു അത് ഞാൻ തിരക്ക്. അതുകൊണ്ട് ആ ബാഗിലുണ്ട് ഇതിന് അടുത്തിട്ട്. പറയുമ്പോ എല്ലാം പറയണല്ലോ ചേച്ചേ. അതെ ഏട്ടാ എനിക്കൊരു മോര് വെള്ളം. നിങ്ങൾക്ക് എന്താ അവിടെ പഴം? പഴം കുട്ടിക്കല്ല, ഈ ചെറിയ കുട്ടിക്ക്, താങ്ക് യു. ഈ ചെറിയ കുട്ടിക്ക് ഇത് കൊടുക്കണ്ട. ഓള് വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ടാ. ഈ രസം സുഖമില്ലാണ്ടാവുന്നത് തൊണ്ടവേദനയൊക്കെ ആയിട്ട് നടക്കുന്നോളാ. പുറത്തെടുത്തു. ക്യാമറ സെറ്റ് ആക്കിയിട്ട് കഴിച്ചതാ. കട വെച്ചോ. ഞങ്ങൾ ഐശ്വര്യതി കഴിക്കുകയാണ്. ഞാനല്ല കഴിക്കുന്നത്. രസം നോക്ക്. എനിക്ക് വേണ്ട. എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്ത സാധനം. ഈ ചെറിയ കുട്ടിക്ക് രണ്ട് പയം കൊടുത്താൽ മുടിപ്പഴം മുടിപ്പഴം വാങ്ങിക്കാം. രണ്ടെണ്ണം വാങ്ങിക്കോ. എന്നാ 2 പഴം. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡേ കഴിക്കാറുള്ളൂ. പിന്നെ ഇതെന്താ ആർട്ടിഫിഷ്യലാ? അതൊക്കെ ഉണ്ട്. മോരാണത്. ഇതല്ലാതെ നീ സർബത്താണ്. വേണ്ടട്ടാ. കുഴിമന്തി കഴിക്കാൻ വന്നത് മോര് കഴിക്കാൻ. ഇതാണ് കുഴിമന്തി. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്താ കഴിക്കാൻ പോകുന്നത് നമുക്കറിയില്ലാന്ന്. പറ്റിച്ച ആളാ ഫേസ് ഒന്ന് കാണിച്ചു കൊടുത്താ. എന്റെ ഒരു മോര് 2 പഴം ഒരു ഐശ്വര്യ വാങ്ങി തന്ന് ഞങ്ങൾ ഒഴിവാക്കിയാണ്. സാധനമില്ല ചേച്ചി ഞാൻ വാങ്ങിത്തരാം ചേച്ചിയെ. ആ വാ മോളെ. ഏട്ടടുത്ത് പൈസ വാങ്ങിയിട്ടായാലും വേണ്ടിയില്ല, ഞാൻ ഒന്ന് വാങ്ങിത്തരാം. അത് കടല വേണം. കടല വേണം. വേണമെന്ന് തോന്നി തോന്നുന്നേ. അതാണ് എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞ വണ്ടി. അവിടെ ഇരിക്കട്ടാ. ഇരിക്കുമ്പോ കുറച്ചെങ്കിലും മര്യാദക്കുള്ള സ്ഥലത്ത് ഇരിക്കാം. സ്ഥലത്ത് കൊണ്ട് ഇരിക്കാൻ കൊണ്ട സ്ഥലം കണ്ടില്ല, ചോർന്ന് ഒഴുകുന്ന സ്ഥലത്ത്. ഹാവൂ സമാധാനായി. എന്നാ മോളെ കുഴിമന്തിക്ക് പകരം മോള് കടലൊക്കെയാണ് കഴിച്ചു. എടുത്തോ. ഒരു അജ്ഞാത കഴിയും കൂടി വരുന്നുണ്ട്. എവിടെ എല്ലാ വണ്ടിയും വരെയും പോളാണ്. ഞങ്ങളുടെ കൗസർ കുഴിമന്തിയുടെ സ്ഥലം ഷോപ്പാണ് കേട്ടാ. അതെ, ഇങ്ങോട്ട് മാറ്റിക്കണ്ടോ. നമ്മ രണ്ടും എത്ര വിഷം നടക്കാൻ അറിയാം. അതന്നെ ഒന്ന് ആലോചിക്ക്. രാവിലെ കഴിച്ചിട്ടില്ല. എന്തിന് ഇത് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയാ പോരെ. ഇവിടെ എന്താ മല ഇറക്കുന്ന പണിയുണ്ട. സുഖമില്ലല്ലോ. എന്താ കണ്ടിട്ട് സൂക്കറും തോന്നുന്നില്ല. ജലദോഷം മുഖിലല്ലോ. ചേച്ചിക്ക് ക്ഷീണം. ക്ഷീണം ഒന്ന് ആലോചിച്ചോക്ക്. കുഞ്ഞിന് വിശക്കുക. അതെ, വിശപ്പ്. അതന്നെ ചേച്ചിക്ക് ക്ഷീണം, ജലദോഷം. ഏട്ടന് 2 മണി കടല. കുട്ടി വിശന്നിട്ട് മാമ വാങ്ങിക്കൊടുത്ത കടല 10 ഉറുപ്പ്യന്റെ കടല എന്തൊക്കെ വാങ്ങിക്കൊടുക്കും. അതൊന്നും കഴിട്ട് വാരി തിരക്കുന്നോനെ തുറക്കാൻ വന്നിരിക്കുന്ന 2 എണ്ണാണ്. തിരക്കുന്നോനെ തുറക്കാൻ വന്ന 2 ജഡ്ജാലികളാണിത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലല്ലേ. ജഡ്ജാതികളോ എവിടുന്ന് വരുന്നത്? ജഡ്ജാതികൾ. അഭിപ്രായം ഇങ്ങോട്ടാ. നിങ്ങളല്ല ഞങ്ങളായി. ഏട്ടടുത്ത് വാങ്ങിട്ട് കൗസറിന്ന് വാങ്ങിട്ട് കഴിച്ചിട്ട് ഒരു കുഴിമന്തി വാങ്ങിയാൽ മതിയല്ലേ, ഷെയർ ചെയ്താൽ മതിയല്ലോ. അതൊക്കെ തരൂ. ഞാൻ ചോദിച്ചാൽ തരാത്തൊന്നുമില്ല. തരില്ല. ഒന്നില്ല, നിങ്ങളെ വിടലൊക്കെ കേക്കില്ലേ രാവിലെ? തുടങ്ങില്ലേ എന്റെ വിടൽ കുട്ടി. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കേൾക്കുന്നുണ്ട് ചേച്ചേ.
വെറും പുളു കത്തിയടി. ധൈര്യം തരുന്നില്ല. പിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കുള്ള പരിപാടി ഉണ്ടോ? പിന്നെ നിങ്ങൾ കാര്യം കിട്ടോ ഞാൻ പോയാല്? അതിനെ വിഷമിക്കൂ കാര്യത്തില് പിന്നെ ചേച്ചിനെ വിളിച്ച് പറയും, അവളോട് ഇങ്ങോട്ട് വരാൻ പറയാ. അനിയത്തിനും ആ കീശയിൽ കിടക്കുന്ന കോപ്പല്ലേ കോക്കോ കോക്കോ ആ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ചെലവ് പോലും തന്നില്ല ഗൈസ്. ഒരു കടുക്ക പോയിട്ട് 3 ചായ വാങ്ങിക്കുന്നു, അത് മതിന്ന് ഇവര് പറഞ്ഞു. ഇപ്പൊ തെറ്റത്തരം പറഞ്ഞില്ലേ 2 ഞങ്ങൾക്ക് ഒരു കുഴിമന്തി വേണ്ട സ്നേഹല്ലേ. അതെ, ഞാൻ സൂപ്പറായിട്ട് 12 ദിവസം വീട്ടിൽ കിടന്ന് വന്നല്ലേ, എന്നാലും ഒരു സ്നേഹം, ഒരു ബിരിയാണി, ഒരു നെയ്ച്ചോറ്. എന്ത് പറയുന്നു? 12 ദിവസം ഞാൻ ഭക്ഷണം പോയി പറഞ്ഞു. പിന്നെ യാത്ര അതന്നെ കൗസറിൽ പോയിട്ട് പോകും. ചേച്ചി എന്ത് വിരഹഗാനുണ്ട്. ഒരു യാത്ര പറഞ്ഞു. വിവേകാനം പറയുമ്പോഴും അത്താക്കല് കുത്തി കയറ്റിട്ടാണ് ഇത് പാടുന്നത്. അതിന് കൂടെ അതാ നോക്കുന്നത്. കണ്ണിൽ എന്തെങ്കിലും ഇതുണ്ട്. ജന്മനാ ഉള്ളതാ. എന്താ എന്റെ കണ്ണിന് കണ്ണിലെന്താ ഇതല്? കൺമഷി എല്ലാരും അത് ഈ പിരിദ്യമല്ല എന്തെങ്കിലും എഴുതുന്നുണ്ട്. എഴുതിക്കുന്ന അതാ കിടന്ന് മിന്നുന്നത് നോക്ക്. ഇല്ലല്ലേ ചേച്ചി, ഫീലില്ലല്ലേ? ഇതാ നോക്ക് ഇങ്ങോട്ട് താത്തതാ. ഞാൻ വെയിലുണ്ടാണോ? ആ വെയിലുണ്ട്. ഇത് ലൈറ്റ് ഇല്ല, മഞ്ഞ. 2 മണി എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? ആ അതെന്റെ പള്ള കാണുന്നുണ്ട്, എന്നിട്ട് അനങ്ങൂലല്ലേ? ഈ ഷോൾ അങ്ങോട്ട് വിരിക്ക. കൊല്ലം വാങ്ങ എന്തിനാ എന്നെ വിളിക്കുക? എന്തിന് വിളിച്ചതന്നെ? എന്നെ വിളിക്കുക. വിളിച്ചതന്നെ. ഇത് കണ്ടില്ലേ ചെറുത്? ഓൾ അങ്ങനെ തിന്ന് വിശപ്പ് എടുക്കണ്ട, കുട്ടിയില്ലടാ. പേരും വന്നിട്ട് മുക്കാവാക അമ്മേന്റെ കേട്ടുന്നേ. ചക്കുടു മന്തി ഉറപ്പിച്ചേ. ആന്ന് ഓ നോക്ക് ആകെയുള്ള പൈസയാണ്. പാലുള്ള പൈസ ഉണ്ടോ? സത്യം ഇപ്പോഴേക്ക് മനസ്സിലായത്. ടൗണിൽ പോണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ ടൗണിലേ പോവുള്ളൂ അല്ലേ? അതെ, അല്ല കൗസല് ടച്ച് ചെയ്തിട്ടേ പോകും. ടച്ച് ചെയ്തു. അപ്പൊ നമ്മളെ കാര്യല്ലേ ചേച്ചി? ഞാൻ ഉള്ളവരെ ചേച്ചി പേടിക്കണ്ട, ഓക്കെ? ഏട്ടുള്ളവരെ ഞാനും പേടിക്കുന്നു. നിങ്ങൾ രണ്ടാളുള്ള കാലം ഞങ്ങൾക്ക് എപ്പോഴോ പേടിയാണ്. നമ്മള് ബീച്ച് വഴിയിലാണ്, ഓട്ടോ നോക്കിട്ടിരിക്കാണ്. ഓട്ടോ കിട്ടുന്നില്ല, എല്ലാരും വീട്ടിലോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അതെ, പക്ഷെ ഒരു ഓട്ടോ വരുന്നുണ്ട്. കഴിക്കുന്നില്ല എന്നെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കട്ടെ. അതെ അതെ. സോ ഓട്ടോ അങ്ങനെ വിളിച്ചാൽ ഓട്ടോ നിൽക്കൂല. പാരിജാതം പൂത്തുലൻ. മോളെ അവിടെ നിൽക്കടാ, അധികം വെയിലത്ത് പോണ്ട. ഇവിടേക്ക് വരും ഓട്ടോ. വയസ്സ് ഒരു ഓട്ടോ വരുന്നുണ്ട്, പക്ഷെ അതിൽ ആളുണ്ട്. ഓട്ടോ ചേട്ടാ, ഓട്ടോ ഓട്ടോ. ചില ഓട്ടോ ഡ്രൈവേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, ഇങ്ങനെയാ നേരെ നോക്കുന്നു. അങ്ങനെ നോക്കാൻ പാടില്ല. ഇവിടെ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ്സിൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അല്ലാതെ നേരെ ഇങ്ങനെ പോവല്ല വേണ്ടത്. അതെ, ഒരു ഉപദേശമായിട്ട് കണക്കാക്കിയാൽ മതി. ഭയങ്കര ഉപദേശം, വേറൊന്നും ഉപദേശിക്കാനില്ല. ഓട്ടോക്കാരൻ ഓട്ടോ അത്ര ശരിയില്ലാത്ത ഓരോരുത്തരും എക്സ്പ്രഷൻ ആണെങ്കിൽ ഇങ്ങനെ നിന്നാ മതി. അതെ അതെ. എന്തേടാ ഈ കൂടെ ഉണ്ടേരോ? മുട്ടായി വാങ്ങി തന്നത് മാവൻ പോയോ? അന്നം പോയി. ഗൈസ്, ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാ മതി, നിങ്ങൾ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറെ നടന്നിട്ടാ വരുന്നേ. ടൗണിലോട്ട് SM സ്ട്രീറ്റ്. ഫൈനലി വി ഗോട്ട് ഓട്ടോ. SM സ്ട്രീറ്റ്.
ഒരു ഉമ്മയോ ഉച്ചക്ക് ഉമ്മന്നില്ലല്ലോ. ആ വേണ്ട വേണ്ട, ഇത് വെച്ച് ഞാൻ എനിക്ക് ഉമ്മ പോണോ. അപ്പൊ എനിക്കോ ചക്കുന്ന തരാം. സിനിമ കാണാൻ പോണ്ടേ? ഗൈസ്, നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ.